മോങ്ങാനിരുന്നോൻ്റെ തലയിൽ തേങ്ങ വീണു എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ അതേ അവസ്ഥയായിരുന്നു എൻ്റെ തലയിൽ തേങ്ങ മാത്രമല്ല ചക്കയും മാങ്ങയും തെങ്ങും എല്ലാം കൂടി ഒരുമിച്ച് വീണൊരു അനുഭൂതിയായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വർക്കുകളുള്ള ദിവസം. ആ ദിവസം തന്നെ ഒട്ടും വയ്യാതെ കിടപ്പായ ദിവസവും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൽ വിശ്വസിച്ച് വലിയൊരു ഓർഡർ വന്ന ദിവസം. തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ ഈവനിങ് ആണ് കേട്ടോ സ്പഞ്ചെല്ലാം അടിക്കാൻ നിന്നത്. ഫസ്റ്റ് ട്രിപ്പ് ബേക്കായി കിട്ടി. സെക്കൻഡ് ട്രിപ്പ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാൻഡ് മിക്സർ പണി മുടക്കി. അപ്പം സമയം നൈറ്റ് 7:30. ആ സമയത്തെ അറിവിലുള്ള പലരെയും വിളിച്ച് നേരാക്കാനുള്ള വഴിയൊക്കെ അന്വേഷിച്ചാലും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ. അവസാനം ഞാൻ ഈ നിൽക്കുന്ന ആളെ വിളിച്ചു. ഈ ഇങ്ങോട്ട് വായോ ഉമ്മക്ക് നോക്കി നോക്കാമെന്ന് പറഞ്ഞപ്പോഴേ അതും എടുത്ത് ആളുടെ വർക്ക് സൈറ്റിലേക്ക് ഓടി. ഒരുവിധം പണി പെട്ടാട്ടോ സ്റ്റാൻഡ് മിക്സർ ഒന്ന് തുറന്നത്. അപ്പോഴല്ലേ അതിൻ്റെ ബെൽറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നറിഞ്ഞത്. ബെൽറ്റും അന്വേഷിച്ച് ഞാനൊരു 8 കടയിലെങ്കിലും കയറി ഇറങ്ങിയിട്ടുണ്ടാവും. നേരം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടും കഷ്ടകാലൻ്റെ ഉച്ചയിൽ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടും എല്ലാ ഷോപ്പും അടച്ചിരുന്നു. 10 മണിവരെ പാവൻ്റെ വർക്കിന് വേണ്ടി അതുമ്പോൾ നിന്നു കേട്ടോ. ഒരുവിധം ഒപ്പിച്ചു വെച്ച് ഞാൻ വീട്ടിലേക്കും പോന്നു. ഈ ഡ്രൈവിങ് പഠിച്ചതിലൊക്കെ കുറേ ആശ്വാസം തോന്നിയതാ ഇതുപോലുള്ള അവസ്ഥയിലാണ്. എന്തേലും ആവട്ടെ എന്നൊക്കെ കരുതി കേക്കിൻ്റെ വർക്കും തുടങ്ങി. ഈ അങ്ങനെ ആശ്വസിക്കേണ്ടെന്ന് പഠിച്ചവനും കരുതിയിട്ടുണ്ടാവും. 2 ലിറ്റർ ക്രീം ബീറ്റ് ചെയ്തായിരുന്നു. അത് മുഴുവനും വെള്ളം പോലായി. ഇനി ഇത് വെച്ച് ഞാൻ എങ്ങനെ ഐസിങ് ചെയ്യാനാ? ആ ക്രീം ഒഴിവാക്കുമ്പോൾ നെഞ്ചിലൊരു ഇടിപ്പായിരുന്നു. എത്ര രൂപയുടെ മുതലാ ഒന്നിനും പറ്റാതെ പോയത് എന്നോർത്ത്. ആലോചിച്ചിരുന്ന കാര്യം നടക്കില്ലല്ലോ. വേറെ ക്രീം എടുത്ത് ബീറ്റ് ചെയ്തു. അൽഹംദുലില്ലാ അത് സെറ്റായി കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നപ്പോൾ പുലർച്ചെ 3 മണിയായിരുന്നു. കഴിഞ്ഞിട്ടില്ല. ഇനി ഇതൊക്കെ ഡെലിവറി ചെയ്യണ്ടേ? അതാണ് ഇതിലും വലിയ ടാസ്ക്. എല്ലാ ഡെലിവറിയും ഒരേപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ബേക്കേഴ്സേ നിങ്ങളോടാണേ ഓവൻ്റെയും സ്റ്റാൻഡ് മിക്സറിൻ്റെയും ഓരോ പാർട്സുകളും ചോദിച്ച് മനസ്സിലാക്കി വാങ്ങി സ്റ്റോക്ക് വെച്ചോട്ടോ. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് ഇന്നലെ തോന്നി. സങ്കടവും കരച്ചിലും എല്ലാം ഒരുമിച്ച് വന്നിട്ടും ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ ഞാൻ എന്നെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കായിരുന്നു. നേരത്തെ വർക്കൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ തീരുമാനിച്ച എൻ്റെ തീരുമാനങ്ങൾ മാറി മറിയാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ലാസ്റ്റ് ഡെലിവറി കഴിഞ്ഞുള്ള വരവാണേ. വണ്ടിയിൽ പോയിട്ട് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ വല്ലാണ്ട് മടിയായിരിക്കുന്നു. ഇനി വയസ്സായാണ്ടാണെന്ന് അറിയില്ല, ഇതുപോലുള്ള കയറ്റങ്ങളൊക്കെ കയറാനേ കഴിയണില്ല. 2 കാലും കുഴഞ്ഞ് വേറിടുമായിരുന്നു. നല്ല തലവേദനയും ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് നേരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെയും പിന്നെ ഇന്നലത്തെ എഫക്റ്റൊക്കെയാണ് തോന്നുന്നു. ഒരു ചായ കുടിച്ചാൽ ഇച്ചിരി ആശ്വാസം കിട്ടുമെന്ന് തോന്നിയപ്പോൾ ചായ കുടിക്കാൻ കയറി. അതങ്ങോട്ട് ഉള്ളിൽ ചെന്നപ്പോൾ ആ പറഞ്ഞ ആശ്വാസം തിരികെ കിട്ടിയിട്ടുണ്ട്. ഇനി 2 ദിവസം ഞാൻ കുറേ ഇടങ്ങേറായ അല്ലെങ്കിൽ എന്നെ ഇടങ്ങേറാക്കിയ എൻ്റെ വർക്കുകളുടെ ഫൈനൽ റിസൾട്ട് കാണണ്ടേ? കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിച്ചാലും ഈ ബ്ലൂ കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ. കസ്റ്റമറുടെ റിവ്യൂ കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ ഞാനും ഹാപ്പി. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.